മധ്യപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മീനാക്ഷി നടരാജന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളഞ്ഞതിൽ കടുത്ത നീക്കത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. നാളെ ഡൽഹിയിൽ മധ്യപ്രദേശിൽ നിന്നുള്ള MLA-മാരെ അടക്കം അണിനിരത്തി പ്രക്ഷോഭത്തിനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് ഇന്ന് കോൺഗ്രസ് ആസ്ഥാനത്ത് ചേർന്ന യോഗം വിലയിരുത്തിയത്. ഇതിനിടെ സ്ഥാനാർത്ഥിത്വം തള്ളിയതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മീനാക്ഷി നടരാജൻ സുപ്രീം കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് കോൺഗ്രസിന്റെ നീക്കം? സജിത്ത്, ജൂൺ 18 നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഇപ്പോൾ മധ്യപ്രദേശ് മാറിയിരിക്കുകയാണ്. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും പോരാടാൻ ഉറച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം സുപ്രീം കോടതിയിലേക്കും എത്തിയിട്ടുണ്ട്. തൻ്റെ അപേക്ഷ, അതായത് താൻ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള, വരണാധികാരിക്ക് നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പിഴവുകൾ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് തന്റെ അപേക്ഷ തള്ളിയതിനെതിരെ മീനാക്ഷി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കണം എന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് നിർണായകമാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ഈ വിഷയത്തിൽ ഉള്ള വ്യക്തത വരുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും BJP സ്ഥാനാർത്ഥി മഹേഷ് കേവത്ത്, ഒപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാഹുൽ കോത്താരി എന്നിവർ ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ പരാതികളെ, അതായത് എതിർപ്പുകളെ തുടർന്നായിരുന്നു കഴിഞ്ഞ ജൂൺ 9 റിട്ടേണിംഗ് ഓഫീസറും മധ്യപ്രദേശിലെ അസംബ്ലി പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ അരവിന്ദ് ശർമ്മ മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയിട്ടുള്ളത്. തെലങ്കാനയിൽ മീനാക്ഷിക്കെതിരെ ഒരു കേസ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ട് എന്നും ഇത് ക്രിമിനൽ കേസാണ് എന്നും ഈ വസ്തുതകൾ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു എന്നതുമായിരുന്നു BJP നേതാക്കളുടെ പരാതി. എന്നാൽ തൻ്റെ പേരിൽ ഉള്ളത് ഒരു ക്രിമിനൽ കേസല്ല, മറിച്ച് ഒരു നിയമ നടപടി മാത്രമാണ് എന്നും ഇതിൽ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കോടതി നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നതുമാണ് മീനാക്ഷി നടരാജന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇത് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കേണ്ടതില്ല, താൻ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമാണ് സത്യവാങ്മൂലം നൽകിയത് എന്നാണ് പറയുന്നത്. എന്നാൽ BJP നേതാക്കൾ ഇത് സമ്മതിക്കുന്നില്ല. പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പാർലമെന്റിലേക്ക്, രാജ്യസഭയിലേക്ക് എത്തുന്ന ഒരാൾ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കേസ് മറച്ചുവെച്ചാൽ അത് ബോധപൂർവമായി ക്രിമിനൽ കേസ് മറച്ചുവെച്ചതായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് BJPയുടെ നിലപാട്. എന്തായാലും മധ്യപ്രദേശിൽ നിന്നുള്ള നിയമസഭാ സാമാജികരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അവിടെ 3 സീറ്റുകളുടെ ഒഴിവാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഉള്ളത്. അതിൽ 2 അംഗങ്ങളെ BJPക്ക് അനായാസം വിജയിപ്പിക്കാൻ സാധിക്കും. കാരണം ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകളായി 58 വോട്ടുകൾ ആണ് ഒരു അംഗത്തിന് രാജ്യസഭയിലേക്ക് എത്താൻ വേണ്ടി വേണ്ടത്. അവിടെ BJPക്ക് അങ്ങനെ 58 എന്ന നിലയിൽ 2 പേരെ എത്തിക്കാൻ സാധിക്കും. എന്നാൽ മൂന്നാമതൊരാളെ രാജ്യസഭയിലേക്ക് എത്തിക്കുവാനുള്ള വോട്ട് BJPക്കില്ല. അത് 48 എന്ന നിലയിൽ നിൽക്കുകയാണ്. 10 വോട്ടുകളുടെ കുറവാണുള്ളത്. അവിടെ കോൺഗ്രസിൽ നിന്ന് ക്രോസ് വോട്ടുകൾ പ്രതീക്ഷിച്ചാണ് മൂന്നാമത്തെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അത് പരാജയപ്പെടും എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ മീനാക്ഷിയുടെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് തള്ളിക്കളയുന്നത് എന്നതാണ് രാഷ്ട്രീയമായ ആരോപണം. എന്തായാലും മീനാക്ഷിയുടെ പത്രിക അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും 60-ൽ അധികം അംഗങ്ങൾ ഉള്ള കോൺഗ്രസിന് രാജ്യസഭയിലേക്ക് മീനാക്ഷിയെ എത്തിക്കാൻ സാധിക്കും എന്നതിൽ തർക്കമില്ല. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം കോൺഗ്രസ് വലിയ നീക്കത്തിനായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.